Hi dear students, once again welcome back to International Economics. In International Economics, we are discussing about the correction of balance of payments disequilibrium. Today we are going to discuss about the correction of balance of payments disequilibrium under gold standard. ഗോൾഡ് സ്റ്റാൻഡേർഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം നിലനിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ രാഷ്ട്രങ്ങൾ അവരുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിലുണ്ടാകുന്ന ഡിസിക്വിലിബ്രിയം അതെങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നത്, അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. വെൽക്കം ടു ദിസ് ന്യൂ സെഷൻ ഓഫ് ഇൻ്റർനാഷണൽ എക്കണോമിക്സ്. Automatic price adjustment under gold standard. Under the international gold standard, which operated between 1880 to 1940, the currency in use was made of gold or was convertible into gold at a fixed rate. Okay, ഈ ഒരു 1814 കാലയളവിൽ നമുക്കറിയാം ഇൻ്റർനാഷണൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിരുന്നു നിലനിന്നിട്ടുണ്ടായിരുന്നത്. ഒരു കൺട്രിയുടെ കറൻസിയുടെ എക്സ്ചേഞ്ച് റേറ്റ് ഗോൾഡിൻ്റെ പെർ ഔൺസ് ഗോൾഡിൻ്റെ വില എത്രയാണോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിറ്റർമിൻ ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാലയളവിൽ എങ്ങനെയാണ് ഈ ഒരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഇക്വിലിബ്രേറ്റ് ചെയ്ത് പോയിരുന്നതെന്ന് നമുക്ക് നോക്കാം. ദ സെൻട്രൽ ബാങ്ക് ഓഫ് ദ കൺട്രി വാസ് ഓൾവേസ് റെഡി ടു ബൈ ആൻഡ് സെൽ ഗോൾഡ് അറ്റ് എ സ്പെസിഫൈഡ് പ്രൈസ്. ഓക്കെ, ഈ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് നിലനിൽക്കുന്ന ഈ ഒരു കാലയളവിൽ കൺട്രീസിലെ സെൻട്രൽ ബാങ്ക് എന്താണ്, ഹീസ് ഓൾവേസ് റെഡി ടു ബൈ ആൻഡ് സെൽ ഗോൾഡ് അറ്റ് ദ സ്പെസിഫൈഡ് പ്രൈസ്. ഓക്കെ, ആ ഒരു സ്പെസിഫൈഡ് പ്രൈസിന് രാഷ്ട്രങ്ങളിൽ നിന്ന് ഗോൾഡ് വാങ്ങാനും അതുപോലെ തന്നെ വിൽക്കാനും തയ്യാറായിട്ടുള്ള ഒരു ബാങ്കായിരുന്നു, തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു ഫിനാൻഷ്യൽ അതോറിറ്റി ആയിരുന്നു ഈ ഒരു എല്ലാ കൺട്രീസിൻ്റെയും സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. Okay, the rate at which the standard money of the country was convertible into gold was called the mint price of gold. Okay, the rate at which standard money of the country was convertible into gold, അതായത് ഒരു കൺട്രിയുടെ കറൻസി എത്ര ഗോൾഡാക്കി മാറ്റുന്നു അതിനുള്ള ആ ഒരു റേറ്റ്, ദാറ്റ് ഈസ് കാൾഡ് ദ മിൻറ്റ് പ്രൈസ് ഓഫ് ഗോൾഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഔൺസ് ഗോൾഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എത്ര കറൻസി കൊടുക്കണം എന്നുള്ളതാണ് ആ ഒരു ഗോൾഡിൻ്റെ മിൻറ്റ് പ്രൈസായിട്ട് കണക്കാക്കുന്നത്. മിൻറ്റ് പ്രൈസ് ഓർ മിൻറ്റ് പാർ എന്ന് പറയും. ഓക്കെ, ദിസ് റേറ്റ് വാസ് കാൾഡ് ദ മിൻറ്റ് പാരിറ്റി ഓർ മിൻറ്റ് പാർ ഓഫ് എക്സ്ചേഞ്ച് ബിക്കോസ് ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ദ മിൻറ്റ് പാരിറ്റി ബൈ ദ കോസ്റ്റ് ഓഫ് ഷിപ്പിംഗ് ഗോൾഡ് ബിറ്റ്വീൻ ദ ടു കൺട്രീസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റേറ്റിനെ കറൻസിയുടെ ഈ ഒരു കൺട്രിയുടെ കറൻസി ഗോൾഡുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എത്രയാണ് അവിടെ എക്സ്ചേഞ്ച് റേറ്റ് വരുന്നത് എന്നുള്ളത് ഈ ഒരു റേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അത് നമ്മൾ മിൻറ്റ് പാരിറ്റി അല്ലെങ്കിൽ മിൻറ്റ് പാർ എന്നുള്ള പേരിൽ അറിയപ്പെടാറുണ്ട്. It was based on the mint parity by the cost of shipping gold between the two countries. അപ്പോൾ ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിൻറ്റ് പാർ വാല്യൂവിൽ അല്ലെങ്കിൽ മിൻറ്റ് പാരിറ്റി വാല്യൂക്കകത്ത് ആ ഒരു ഗോൾഡ് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ ഷിപ്മെൻറ്റ് ചാർജസ് കൂടി ആ ഒരു ഗോൾഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ഈ ഷിപ്മെൻറ്റ് ചാർജ്, അതായത് ഇപ്പോൾ രണ്ട് കൺട്രീസ് എടുക്കുക, ബ്രിട്ടനും US എടുക്കുന്ന സമയത്ത് ബ്രിട്ടനിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ഗോൾഡ് എക്സ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക US നിന്ന്. അപ്പോൾ US നിന്ന് എക്സ്പോർട്ട് ചെയ്യാൻ ഇപ്പോൾ $6 ആവശ്യമാണെന്ന് വിചാരിക്കുക. $6 കൂടെ $3 എന്താണ് ഷിപ്മെൻറ്റ് ചാർജസ് കൂടി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിട്ട് മാറും, 6 + 3 അല്ലേ, എന്തായാലും $3 വരില്ല, അതിൽ താഴെ വരുള്ളൂ. ഇപ്പോൾ 0.3 ആണെന്നെങ്കിൽ പോലും 6.3 എന്ത് വരും, ഈ ഒരു ഈ ഒരു കൺട്രിയുടെ ഈ ഒരു എക്സ്ചേഞ്ച് റേറ്റിൽ വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ അവിടെ ഷിപ്മെൻറ്റ് ചാർജസ് കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള വാല്യൂ ആണെന്ന് പറയുന്നത് മിൻറ്റ് പാരിറ്റി ഓർ മിൻറ്റ് പാർ വാല്യൂ എന്ന് പറയുന്നത്. Then suppose the US had a deficit in its balance of payments. ഓക്കെ, ഇവിടെ എക്സാമ്പിളായിട്ട് എടുക്കുകയാണ്. അവിടെ ഒരു US എക്കണോമിയിൽ ഡെഫിസിറ്റാണ് നിലനിൽക്കുന്നതെന്ന് വിചാരിക്കുക. വിത്ത് ബ്രിട്ടനുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു കാര്യത്തിൽ US എക്കണോമിയിൽ ഡെഫിസിറ്റ് നിലനിൽക്കുന്നു. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാല്യൂ ഓഫ് ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്ട്സ് വുഡ് ഹാവ് ടു ബി പെയ്ഡ് in gold by US importers because the demand for pounds exceeded the supply of pounds. അപ്പോൾ ഈ ഒരു ഡെഫിസിറ്റ് കറക്റ്റ് ചെയ്ത് പോകുന്ന, ഡെഫിസിറ്റ് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് US ഇമ്പോർട്ടേഴ്സ് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം,
അത്രയും എമൗണ്ട് ഇവിടേക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ അത്രയും എമൗണ്ട് എക്സ്പോർട്ട് ചെയ്യണം. യു എസിൽ നിന്ന് അത്രയും എമൗണ്ട് എത്രയാണോ ഡെഫിസിറ്റ് വരുന്നത് അത്രയും എമൗണ്ട് ബ്രിട്ടനിലേക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഒരു ഡെഫിസിറ്റ് ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഡെഫിസിറ്റ് ഉണ്ടാവാൻ കാരണം എന്താണ്? ഇമ്പോർട്ട്സ് കൂടുതലാവുകയും എക്സ്പോർട്ട്സ് കുറയുന്ന അവസ്ഥയുണ്ടായതുകൊണ്ടാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് എത്രയാണോ അത് എന്ത് ചെയ്യണം? യു എസ് മറ്റുള്ള രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത് ബ്രിട്ടനിലേക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഓക്കെ. But the transshipment of gold involved transportation cost and other handling charges, insurance, etc. ഓക്കെ. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസിൽ നിന്ന് അവിടെ എത്ര ഗോൾഡ് ബ്രിട്ടനിലേക്ക് എക്സ്പോർട്ട് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടേക്ക് എക്സ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും അവിടെ ട്രാൻസ്ഷിപ്മെൻറ്റ് ചാർജ് വരുന്നുണ്ട് അല്ലേ, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും യു എസിലുള്ള ആ ഒരു ഗോൾഡ് പ്രൈസ് ആയിരിക്കില്ല എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എവിടെ ഉണ്ടായിരിക്കുക? ബ്രിട്ടനിൽ ഉണ്ടായിരിക്കുക. ഓക്കെ. Suppose the shipping cost of gold from US to Britain was 3 cents. ഓക്കെ. ഇപ്പോൾ യു എസിൽ നിന്ന് ബ്രിട്ടനിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഗോൾഡിൻ്റെ ഷിപ്പിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് 3 സെൻറ്റാണെന്ന് വിചാരിക്കുക. സെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറൻസി മെഷർ ചെയ്യുന്ന ഒരു ടേം തന്നെയാണ് സെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പോൾ ഒരു കൺട്രിയുടെ കറൻസിയുടെ 1/100 ഭാഗമാണ് സെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ 0.03 വരും. ഓക്കെ. ദെൻ യു എസിൽ നിന്ന് ബ്രിട്ടനിലേക്ക് ഈ ഒരു ഗോൾഡ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 3 സെൻറ്റ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരുന്നു. സോ ദ ഇമ്പോർട്ടേഴ്സ് വുഡ് ഹാവ് ടു സ്പെൻഡ് $6.03. യു എസിൽ നിന്ന് ഈ ഒരു ഗോൾഡ് ഈ ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇമ്പോർട്ടേഴ്സിന് എത്ര കൊടുക്കണം? ആ $6 6.03 നൽകേണ്ടതായിട്ട് വരും. ദാറ്റ് ഈസ് $6 + 03. ഓക്കെ. ഫോർ ഗെറ്റിംഗ് £1 അല്ലെ, ഒരു പൗണ്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും അധികം രൂപ കൊടുക്കണം. ദിസ് കുഡ് ബി എക്സ്ചേഞ്ച് റേറ്റ് വിച്ച് വാസ് ദ US ഗോൾഡ് എക്സ്പോർട്ട് പോയിൻ്റ് ഓർ അപ്പർ സ്പെസി പോയിൻ്റ്. അപ്പോൾ ഇതാണ് എക്സ്ചേഞ്ച് റേറ്റ് ഇവിടെ നിർണ്ണയിക്കുന്നത്. അവിടെ ഗോൾഡിൻ്റെ വില 6ഉം അതുപോലെ തന്നെ ഗോൾഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വില 3 സെൻസുമാണ്. അത് രണ്ടും കൂടി ചേർന്നുകൊണ്ട് എന്താണ്? 6.03 ഈ 6.03 രൂപയ്ക്കുള്ള ഗോൾഡ് യു എസിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? ടു ഗെറ്റിംഗ് 1 പൗണ്ട്, ഒരു പൗണ്ട് ലഭിക്കുന്നതിന്. അപ്പോൾ പൗണ്ടുമായിട്ടുള്ള ആ ഒരു $6 എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് എന്താ? 1 പൗണ്ട് ഈസ് ഈക്വൽ ടു $6.03 എന്നായി മാറി. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ ഒരു ഗോൾഡിൻ്റെ മിൻറ്റ് പാർ വാല്യൂ ആണ് എന്ത് തീരുമാനിച്ചത്? ഈ ഒരു 2 കൺട്രീസിൻ്റെയും എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിച്ചത്. ഓക്കെ. സോ ദിസ് ഈസ് ദ അപ്പർ സ്പെസി പോയിൻ്റ്. അപ്പോൾ യു എസിൽ നിന്ന് ഇവർ എക്സ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം പ്രൈസ് എന്ന് പറയുന്നത് എന്താ? ദാറ്റ് ഈസ് 6.03 എന്ന് പറയുന്നതാണ്. ഓക്കെ. No US imported would pay more than $6.03 to obtain £1 because he could buy $6 worth of gold from the US Treasury and ship it to the Britain at a cost of 3 cents per ounce. ഓക്കെ. യു എസിൽ നിന്നുള്ള ഒരാളും ഇത്രയും 6.03 മുകളിലുള്ളൊരു വിലയ്ക്ക് അത് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് തയ്യാറാവുന്നില്ല. എന്തുകൊണ്ടാണ്? ഒരു എക്സ്ചേഞ്ച് റേറ്റ് അവിടെ അതിൽ കൂടുതലായിട്ട് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്തുകൊണ്ടാണ്? അവിടെ 6 രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഗോൾഡ് ട്രീറ്റ്മെൻറ്റ് ചാർജുമായിട്ടുള്ള 3 സെൻറ്റ് കൂടി ചേർത്തുകൊണ്ട് 6.03 ആവുന്നു. അതിൽ കൂടുതൽ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഇവർക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ദെൻ similarly, the exchange rate of the pound could not fall below $5.97 to a pound was the US gold import point or lower specie point. ഓക്കെ. അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു ബ്രിട്ടനിൽ എടുക്കുന്ന സമയത്ത് ദ എക്സ്ചേഞ്ച് റേറ്റ് ഓഫ് പൗണ്ട് കുഡ് നോട്ട് ഫാൾ ബിലോ അല്ലേ, അതായത് 5.97 താഴെ ഒരിക്കലും വരാനായിട്ട് പാടില്ല. ടു എ പൗണ്ട് വാസ് ദ US ഗോൾഡ് ഇമ്പോർട്ട് പോയിൻ്റ് ഓർ ലോവർ സ്പെസി പോയിൻ്റ്. ഓക്കെ. യു എസിലെ ഗോൾഡ് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് 5.97 താഴെ ആവാനും പാടില്ല. എന്തുകൊണ്ടാണ്? അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ $6 എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് വരുന്നുണ്ട്? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് 0.03 വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് 5.97 കൂടുതലായിട്ട്, ആ ഒരു ഡോളറിന് കൂടുതലായിട്ട് ഒരിക്കലും അവർക്ക് ഇമ്പോർട്ട് ചെയ്യാനും സാധിക്കുന്നില്ല. ഓക്കെ. സോ ദാറ്റ് ഈസ് ദ US ഇമ്പോർട്ട് പോയിൻ്റ് ഓർ ലോവർ സ്പെസി പോയിൻ്റ്.
The exchange rate under the gold standard was determined by the forces of demand and supply between the gold points and was prevented from moving outside the gold points by transshipments of gold. അപ്പോൾ നമുക്കിവിടെ ഒരു പ്രശ്നം കാണാൻ സാധിക്കും അല്ലേ, അതായത് രണ്ട് രാഷ്ട്രങ്ങളും തമ്മിലുള്ള ആ ഒരു ഡിമാൻഡിൻ്റെയും സപ്ലൈയുടെയും അടിസ്ഥാനത്തിൽ, കറൻസിയുടെ ഡിമാൻഡിൻ്റെയും സപ്ലൈയുടെ അടിസ്ഥാനത്തിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇതിൽ വ്യത്യാസം, എക്സ്ചേഞ്ച് റേറ്റിൽ വ്യത്യാസം സംഭവിക്കുന്നുണ്ട്. ദ എക്സ്ചേഞ്ച് റേറ്റ് അണ്ടർ ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് വാസ് ഡിറ്റർമിൻഡ് ബൈ ദ ഫോഴ്സ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ബിറ്റ്വീൻ ദ ഗോൾഡ് പോയിൻറ്റ്സ് ആൻഡ് വാസ് പ്രിവെൻറ്റഡ് ഫ്രം മൂവിങ് ഔട്ട്സൈഡ് ദ ഗോൾഡ് പോയിൻറ്റ്സ് ബൈ ഷിപ്മെൻറ്റ്സ് ഓഫ് ഗോൾഡ്. ഓക്കെ, ഷിപ്മെൻറ്റ് ചാർജിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്തേക്ക് അല്ലെങ്കിൽ ഒരു കൺട്രിയിൽ നിന്ന് മറ്റുള്ള രാഷ്ട്രങ്ങളിലേക്ക് മൂവ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഒരു കൺട്രിക്ക് സാധിക്കും. The main objective was to keep the balance of payments equilibrium. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു നമ്മൾ അപ്പർ പോയിൻറ്റും US നിന്ന് എക്സ്പോർട്ട് ചെയ്യാനുള്ള അപ്പർ പോയിൻ്റ് എന്ന് പറയുന്നത് 6.03 ആണ്. അവിടെ നിന്ന് ബ്രിട്ടനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാനുള്ള മാക്സിമം പോയിൻ്റ് എന്ന് പറയുന്നത് 5.97 ആണ്. അപ്പോൾ ഈ ഒരു മാക്സിമം, അതുപോലെ തന്നെ മാക്സിമം പോയിൻറ്റുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിൽ കൂടുതലായിട്ട് പ്രൈസസിൽ അവർക്ക് എക്സ്പോർട്ട് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനും സാധിക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ ഒരു എക്സ്ചേഞ്ച് റേറ്റ് അവിടെ ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ കൺട്രീസ് അവരുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ഇക്വിലിബ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഈ ഒരു മിൻറ്റ് പ്രൈസ് ഫിക്സഡ് ആയിട്ട് അവിടെ വയ്ക്കുന്നു. ഡെഫിസിറ്റ് ഓർ സർപ്ലസ് ഇൻ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് അണ്ടർ ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് വാസ് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ബൈ ദ പ്രൈസ് സ്പെസിഫിക് ഫ്ലോ മെക്കാനിസം. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ഡെഫിസിറ്റൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ഡെഫിസിറ്റും സർപ്ലസും ഒക്കെ സ്റ്റാൻഡ് അല്ലെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് എങ്ങനെയാണ്, പ്രൈസ് സ്പെസിഫിക് ഫ്ലോ മെക്കാനിസത്തിലൂടെയാണ്. അതെന്താണെന്നുള്ളത് നോക്കാം. ഫോർ ഇൻസ്റ്റൻസ്, the balance of payments deficit of a country means a fall in its foreign exchange reserves due to an outflow of its exports and reducing imports. ഓക്കെ, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എ ഫോൾ ഇൻ ഇറ്റ്സ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് അല്ലേ, ഫോറിൻ കറൻസി റിസർവ്സിൽ കുറവ് സംഭവിക്കുന്നതാണ്. എക്സ്പോർട്ട് കുറയുന്നത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഡ്യൂ ടു ആൻ ഔട്ട്ഫ്ലോ ഓഫ് ഇറ്റ്സ് എക്സ്പോർട്സ് ആൻഡ് റെഡ്യൂസ് ഇറ്റ്സ് ഇമ്പോർട്ട്സ്. This adjustment process in balance of payments was supplemented by a rise in interest rates as a result of a reduction in money supply. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഈ വരുന്ന ഈ ഒരു അവസ്ഥയിൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൺട്രിയുടെ ഇൻട്രസ്റ്റ് റേറ്റിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട് ഇവർക്കത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദിസ് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോസസ് ഇൻ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് വാസ് സപ്ലിമെൻറ്റഡ് ബൈ എ റൈസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്സ് ആസ് എ റിസൾട്ട് ഓഫ് റിഡക്ഷൻ ഇൻ മണി സപ്ലൈ. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്താണ്, അത് സ്വാഭാവികമായിട്ടും മണി സപ്ലൈനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ദിസ് ലെഡ് ടു ദ ഇൻഫ്ലോ ഓഫ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഫ്രം ദ സർപ്ലസ് കൺട്രി. ഓക്കെ, മണി സപ്ലൈയിൽ റിഡക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇൻട്രസ്റ്റ് റേറ്റിൽ വർധന ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മണി സപ്ലൈ കുറയുന്നു പറഞ്ഞു. മണി സപ്ലൈ കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താണ്, ആ കൺട്രിയുടെ കറൻസിയുടെ വാല്യൂ കൂടും. അപ്പോൾ ഇത്തരത്തിൽ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ ദിസ് ലെഡ് ടു ഇൻഫ്ലോ ഓഫ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഫ്രം സർപ്ലസ് കൺട്രി. എവിടെയാണോ സർപ്ലസ് കൺട്രിയിൽ, ഈ ഒരു കേസിൽ ബ്രിട്ടൻ ആണ് സർപ്ലസ് കൺട്രി, ബ്രിട്ടനിൽ നിന്നുള്ള ഷോർട്ട് ടേം ക്യാപിറ്റലുകളൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു ഡെഫിസിറ്റ് കൺട്രിയിലേക്ക് വരാൻ അത് കാരണമാവും. Thus, the inflow of short-term capital from surplus to deficit country helped in restoring balance of payments equilibrium. അപ്പോൾ ഇത്തരത്തിൽ ഇൻട്രസ്റ്റ് റേറ്റിൽ വരുന്ന വ്യത്യാസം എവിടെ എന്ത് സംഭവിക്കും, ഈ ഒരു സർപ്ലസ് കൺട്രിയുടെയോ ഡെഫിസിറ്റ് കൺട്രിയുടെയോ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സിലുണ്ടാകുന്ന ആ ഒരു ഡിഫറൻസ് അത് റീസ്റ്റോർ ചെയ്യാനായിട്ട് സഹായിക്കും. ഓക്കെ, ഇപ്പോൾ US നമ്മൾ ഓൾറെഡി പറഞ്ഞു, US അവിടെ മണി സപ്ലൈ കൂടിയ ഒരു അവസ്ഥ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഒരു കറൻസിയിൽ ഡിപ്രീസിയേഷൻ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ US ഇക്കണോമിയുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ബ്രിട്ടനിൽ നിന്നും കൂടുതലായിട്ടുള്ള ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ് US കടന്നു വരികയും അതിൻ്റെ ഭാഗമായിട്ട് എന്താണ്, ഈ ഒരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് അവിടെ ഇമ്പോർട്ട് കടന്നു വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടുന്ന് കൂടുതലായിട്ട് കമ്മോഡിറ്റീസ് അവിടേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടുന്ന് കൂടുതലായിട്ട് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് വിൽ ലീഡ് ടു ദാറ്റ് ഹെൽപ്ഡ് ദ കൺട്രി ടു റീസ്റ്റോറിങ് ദി ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ഡിസെക്വിലിബ്രിയം. ഓക്കെ, ദാറ്റ് ഈസ് ദ കേസ് അണ്ടർ ദ ഗോൾഡ് സ്റ്റാൻഡേർഡ്. അപ്പോൾ ഗോൾഡ് സ്റ്റാൻഡേർഡിനകത്ത് ഈ ഒരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് എങ്ങനെയാണ്, ഈ അക്കൗണ്ടിലുണ്ടാകുന്ന ഡിസെക്വിലിബ്രിയം എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡിൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ഡിസെക്വിലിബ്രിയം അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് റേറ്റിൽ വരുന്ന വ്യത്യാസം വരുത്തിക്കൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. Then we will meet in the next class with a new topic. Okay, stay safe. Thank you.